ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻകത്തിനെ കുറിച്ചാണ് നോക്കുന്നത്. 4 C's എന്ന് പറയും. അതായത് ക്രിയേഷൻ ഓഫ് ഇൻകം. നമുക്ക് എല്ലാവർക്കും തന്നെ വരുമാനം ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, വരുമാനം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നർത്ഥം. അതിനെ നമ്മൾ കൺസംപ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കൺസംപ്ഷൻ എന്നുള്ളതാണ് അടുത്ത C എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വരുമാനം ഉണ്ടാവുന്നു, അതിനെ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു, പക്ഷേ നമ്മൾ അതിന് കൺസർവേഷൻ നടത്തുന്നുണ്ട്. അതായത് അതിനെ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്, ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ശേഖരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ അതിനെ സംരക്ഷിക്കുന്നു. അങ്ങനെയുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇത്തരം ഇൻകത്തിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു കൺസർവേഷൻ എന്നുള്ളതിനെയാണ് നമ്മൾ മൂന്നാമത്തെ C ആയിട്ട് പറയുന്നത്. ഇനി ഇതിന് അപ്പുറത്തെ അതിനെ എല്ലാം കണ്ടിന്യൂഷനും കൂടി ഉണ്ടാവണം, അല്ലേ? നമുക്കൊരു ഇൻകം കിട്ടി, അതിനെ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു, അതിനെ കുറച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിനെ പക്ഷേ വീണ്ടും ആ ഒരു ക്രിയേഷൻ അവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇൻകം അവിടെ വരുന്നുകൊണ്ടിരിക്കണം, അല്ലേ? ഇപ്പൊ പല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പൊ പല പേരെടുത്ത രാജാക്കന്മാരും അല്ലെങ്കിൽ പേരെടുത്ത പല കുടുംബങ്ങളും ഒക്കെ ഇന്നത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ പഴയ ആ ഒരു പ്രതാപമൊന്നുമില്ല, പേര് മാത്രമേ കാണൂ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് നല്ല രീതിയിൽ അവർ ഒരുപാട് ഇൻകം അസറ്റൊക്കെ ഉണ്ടാക്കിയിട്ടിരുന്നു. അവരുടെ തലമുറകൾ അത് ഉപയോഗിച്ചു കൊണ്ടുവന്നു. അതിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാത്തത് കൊണ്ട് പിന്നീട് വന്ന പുതിയ തലമുറകൾ അത് ഉപയോഗിച്ച് തീർത്ത് കളഞ്ഞു. അവിടെ അവര് വീണ്ടും ഒരു ഇൻകം അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവരാരും തന്നെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പഴയ ആ ഒരു പ്രതാപം പിന്നീട് നിലനിർത്താനായിട്ട് സാധിക്കാതെ വന്നു. അപ്പൊ ഈ 4 C's നമ്മൾ നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമാണ് പിന്നീടുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ പിന്നീടുള്ള ജനറേഷന് അത് ഉപകാരപ്പെടുകയുള്ളൂ. വീണ്ടും അവിടെ ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. ഇപ്പോൾ പല ആളുകളും പറയുമ്പോൾ എനിക്ക് വളരെയധികം ഭൂസ്വത്തുണ്ട്, അല്ലെങ്കിൽ കുടുംബ സ്വത്തുണ്ട്, കുടുംബത്തിൽ 4 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്തുണ്ട്, അതുകൊണ്ട് ഇനി ഒരു ഇൻഷുറൻസ് കവറേജ് വേണ്ട, ഒരു പ്രൊട്ടക്ഷൻ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. തലമുറകൾ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ആ ഒരു ഇത് നല്ല രീതിയിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ, ആ കൺസർവേഷൻ നമ്മൾ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് റീജനറേറ്റ് ചെയ്തില്ലെങ്കിൽ അത് അങ്ങനെ അവസാനിച്ചു പോകും. പിന്നീടുള്ള തലമുറകൾ വരുമ്പോൾ വീണ്ടും പ്രതാപം മാത്രമേ കാണൂ, പേര് മാത്രമേ കാണൂ, ഇൻകം ഒന്നും ഇല്ലാത്ത ഒരു ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ എത്തും. അപ്പോൾ ഇത് മനസ്സിലാക്കിയവർ തീർച്ചയായും നിങ്ങളുടെ ഇൻകത്തിനെ റീക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതിനുവേണ്ട ഗൈഡൻസിന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.